കൊമ്പൻ തൃക്കടവൂർ ശിവരാജുവിനെ എഴുന്നള്ളിപ്പിക്കുന്നതിൽ പ്രതിഷേധം. ആനയ്ക്ക് വിദഗ്ധ പരിശോധന വേണമെന്ന് തൃക്കടവൂർ ക്ഷേത്രം ഭാരവാഹികൾ. ആന രോഗം കാരണം വിശ്രമത്തിലാണ്. ആനയെ തിരുവനന്തപുരത്തെ ഉത്സവത്തിന് കൊണ്ടുപോകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ആനയെ വിട്ടു നൽകില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികളും. ഷമീറുണ്ട്. ഷമീർ വിവരങ്ങൾ. കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനയാണ് തൃക്കടവൂർ ശിവരാജു. തലയെടുപ്പിൽ പ്രധാനമായും ഏറ്റവും കൂടുതൽ പണം വാങ്ങി ഈ ആനയെ എഴുന്നള്ളിക്കുന്നതും പതിവാണ്. ഏതാണ്ട് 14 ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ ഈ ആനയുടെ നിരക്ക് ദേവസ്വം ബോർഡ് ഏർപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ആനയ്ക്ക് ഇരണ്ടകെട്ട് കാരണം അത് വിശ്രമത്തിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. തൃക്കടവൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോലും ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോലും ഈ ആനയെ എഴുന്നള്ളിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വളരെ വേഗത്തിൽ ഈ ആനയെ തിരുവനന്തപുരത്തെ ഒരു ഉത്സവത്തിനായി കൊണ്ടുപോകാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നതെന്നാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. കാരണം ആനയ്ക്ക് 1 മാസത്തെ വിശ്രമം അനുവദിച്ച ഡോക്ടർ തന്നെയാണ് ഇപ്പോൾ ആനയ്ക്ക് വിശ്രമം ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് നൽകി ഇപ്പോൾ തിരുവനന്തപുരത്തെ ഉത്സവത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികളുടെ ആരോപണം. തുടർന്ന് ഇന്ന് ക്ഷേത്രത്തിൽ വലിയ പ്രതിഷേധം, ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തിലും ഒക്കെ വലിയ പ്രതിഷേധമാണ്. തൃക്കടവൂർ ശിവരാജുവിനെ ഒരു കാരണവശാലും ദേവസ്വം ബോർഡിന് വിട്ടു നൽകില്ല. ദേവസ്വം ബോർഡിന്റെ ഇംഗിതത്തിനനുസരിച്ച് ഈ ആനയെ പലയിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ആനയ്ക്ക് വിശ്രമം നൽകാതെ ഇത്തരത്തിൽ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകുന്നു അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവരാജുവിന് വേണ്ടി ഇപ്പോൾ തൃക്കടവൂർ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ ഭക്തരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആനയ്ക്ക് ഒരു പിടിവെടി ക്ഷേത്രം ഭാരവാഹികളും ദേവസ്വം ബോർഡ് ഭാരവാഹികളും തമ്മിൽ നടക്കുകയാണ്. എന്തായാലും ഒരു വലിയ ആൾക്കൂട്ടം ക്ഷേത്രത്തിന് മുന്നിലുണ്ട്. ആനയെ കവചം ചെയ്തുകൊണ്ട് തന്നെ ആൾക്കാർ നിൽക്കുകയാണ്. ആനയെ ഒരു കാരണവശാലും കടവൂരിൽ നിന്ന് നിലവിലെ സാഹചര്യത്തിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ തൃക്കടവൂർ ക്ഷേത്ര ഭാരവാഹികൾ അറിയിക്കുന്നത്. ശരി ഷമീർ, വ്യക്തമാണ്.